ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് തോട്ട് അത്ര സുഖമല്ല, പനിയാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇന്ന് ഞങ്ങൾ സൺഡേ ആയിട്ട് പുറത്ത് പോയി. അവിടെ ഈ കാണുന്ന മാർക്കറ്റാണ് സൺഡേ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത് സൺഡേ മാത്രമേ അത് ഓപ്പൺ ആകത്തുള്ളൂ. അവിടെയാണെങ്കിൽ കുറേ സാധനങ്ങൾ നമുക്ക് ചീപ്പസ്റ്റ് ആയിട്ടുള്ള കുറച്ച് വില കുറഞ്ഞുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. വില പേശേണ്ട ആവശ്യമില്ല. എല്ലാം 100 രൂപയ്ക്കും 250 രൂപയ്ക്കുമുള്ള കിട്ടുന്ന എല്ലാ ഡ്രസ്സുകളും ഉണ്ട്. അതുപോലെ തന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളായാലും കുറച്ച് പിന്നെ വീട്ടിലുപകരണങ്ങൾക്ക് പിച്ചാത്തി, അങ്ങനെ പല പാത്രങ്ങൾ കുറച്ചൊക്കെ മാറിക്കഴിയുമ്പം അവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കരിമ്പ് ജ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് നമുക്ക് സൺഡേ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. കാരണം വെച്ചാൽ കൂടുതലും തിരക്ക് വരുന്ന സമയമാണ്, ആ സമയത്താണ് കൂടുതൽ കച്ചവടങ്ങൾ നടക്കാറുള്ളത്. ഇവിടെ പിന്നെ നമ്മൾ പഞ്ചാബിൽ ചീപ്പസ്റ്റായിട്ട് കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നത് ഈ സൺഡേ മാർക്കറ്റിലാണ് കേട്ടോ. വേറൊരു മാർക്കറ്റ് കൂടെ ഉണ്ട്, അദാലത്ത് മാർക്കറ്റിൽ നിന്നാണ്. അവിടെ കുറച്ച് നല്ല ഹെവി ആയിട്ടുള്ള പൈസയാണ്, എല്ലാ ചാർജും നല്ല ചാർജാണ് അവിടുത്തെ. ഡ്രസ്സിനൊക്കെ ആണെങ്കിൽ നല്ല ചാർജാണ് അവിടെയൊക്കെ. പഞ്ചാബികൾക്ക് പട്ടിയാല പാൻറ്റ് അങ്ങനെ മെറ്റീരിയൽസൊക്കെ ഭയങ്കര വിലയാണ് അദാലത്ത് മാർക്കറ്റിലുള്ളത്. ഇവിടെ പക്ഷെ നമുക്ക് അത്രയും എമൗണ്ട് വരില്ല. പാത്രങ്ങളാണെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ പലതരമുള്ള ടിപ്പകളും, അതുപോലെ കുട്ടികൾക്കുള്ള വാട്ടർ ബോട്ടിൽസ്, പിന്നെ വീട്ടിൽ കുറച്ച് നമുക്ക് അലങ്കരിക്കാനുള്ള ഫ്ലവർ വേഴ്സുകൾ, അങ്ങനെ പലതരമുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് എന്ത് വേണേലും ഈ ഇവിടുത്തെ ആർമിക്കാർക്ക് വാങ്ങിക്കാനുള്ള ഒരു നല്ലൊരു സെൻറ്ററാണ് ഇത് കേട്ടോ. ഞാനും കുറച്ച് വാങ്ങി. ഞാനൊരു പാത്രമാണ് വാങ്ങിയത്, വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനില്ലായിരുന്നു. എനിക്ക് പനിയായതുകൊണ്ട് അധികം ഞാൻ കൂടുതൽ കറങ്ങയില്ല. പിന്നെ നിങ്ങൾ കാണിക്കാനുള്ള വേറൊരു സംഭവമുണ്ട്. അച്ഛനോട് ഇവിടെ വന്ന് रेडीमेड वो है, ये कॉटन का रेडीमेड $550 है, शरारा वगैरह बड़े हैं, सब कुछ कंप्लीट है। ഇതൊരു ഹോട്ടലാണ്. നിങ്ങൾ അകത്തെ ഒരു സർപ്രൈസ് ഞാൻ കാണിക്കാം. എന്താ, ഇതാണ് ഫുഡ് ജയിൽ. അപ്പോൾ ഒരാളെ തൂക്കിക്കൊല്ലാനായിട്ട് വെളിയിൽ നിർത്തിയേക്കാണ്. ചിന്നു ഇത് കണ്ടപ്പോൾ ആദ്യം ഒന്ന് പേടിച്ചത് എന്താ സംഭവം എന്നറിയാം. ഇതെല്ലാം എന്താണ് ജയിലിൻ്റെ ഒരു മോഡലാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ഫുഡ് കഴിക്കാം. ജയിൽ ഭക്ഷണങ്ങൾ പോലെ ചപ്പാത്തിയൊക്കെ തരും. പിന്നെ ഞങ്ങൾ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര സൈലൻ്റായിട്ട് തോന്നി.
പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് ഫുഡൊന്നും വാങ്ങിച്ച് കഴിക്കാനൊന്നും തോന്നിയില്ല, കാരണം വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത്. പിന്നെ ജ്യൂസും പിള്ളേർക്ക് എന്തെങ്കിലും ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പോയി. ചേട്ടൻ കോഫി കുടിച്ചു. അങ്ങനെ ഇതൊക്കെ കണ്ട് അതിശയിച്ച് എൻ്റെ മക്കളും ഓരോന്നൊക്കെ ഓർഡർ ചെയ്യാൻ തുടങ്ങി. ഇതെന്താണ്, ജയിലാണോ, ഇതെന്താ ഇരുട്ടാണോ, ഇതെന്താ സൈലൻ്റ് ആയിരിക്കുന്നത് എന്നൊക്കെയാണ് മക്കൾ പറയുന്നത്. ബാക്കി പിന്നെ വിശേഷങ്ങൾ കാണാം. Lihat aja. Đó đi kịp. Tiếp đi tiếp. Lên này. Hai cái này cái gì?